വയനാട് ദുരന്തം രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിച്ച കേരളത്തിന് ഏറ്റ കനത്ത തിരിച്ചടി. ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ആയുധമാക്കിയത് വയനാട് ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച വയനാട് പുനരധിവാസത്തിൽ ഉൾപ്പെടെ നൽകുന്നത് പുതിയ പ്രതീക്ഷ. വയനാട് ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷവും ഭരണപക്ഷവും കളിച്ച രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിലാണ് കേന്ദ്ര സർക്കാർ സുപ്രധാന നീക്കവുമായി എത്തുന്നത്. വയനാട് ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതിലൂടെ ഭരണ പ്രതിപക്ഷങ്ങളുടെ പൊള്ളത്തരമാണ് പുറത്തുവരുന്നത്. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നത് മുന്നേ തന്നെ സംസ്ഥാനത്തെ 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഇതിനോടകം തന്നെ കേന്ദ്രം കേരളത്തിന് കൈമാറിയിട്ടുണ്ട്. ഇത് മറച്ചുവെച്ചാണ് പ്രതിപക്ഷങ്ങളുടെ പ്രതികരണങ്ങൾ. ഇതിനു പുറമെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതിലൂടെ കൂടുതൽ ധനസഹായവും കേരളത്തിന് പ്രതീക്ഷിക്കാനാകും. കേരളത്തിന്റെ അക്കൗണ്ട് ജനറൽ സംസ്ഥാനത്തിന്റെ കയ്യിൽ ദുരന്ത നിവാരണ ഫണ്ടിന്റെ നീക്കിയിരിപ്പായി 394.99 കോടി രൂപ ഉണ്ടെന്ന് കേന്ദ്രത്തെ അറിയിച്ചിരുന്നു. 16ാം ധനകാര്യ കമ്മീഷൻ ശുപാർശയിൽ ദുരന്ത നിവാരണത്തിനാണ് ഏറ്റവും കൂടുതൽ തുക സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. L3 ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന പ്രധാന ആവശ്യമാണ് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടത്. ജനം, തിരുവനന്തപുരം.